your MC for today, and we also have James Chaco, who is the other MC for tonight. I welcome one and all to the Sydney Malayali Radio 2000 inaugural function. We're going to have a beautiful evening filled with dance, music and entertainment. സിഡ്നിയിലെ മലയാളികൾ ചിരകാലമായി നെഞ്ചേറ്റിൽ ആളിച്ചിരുന്ന ഒരു സ്വപ്നം ഇന്ന് പൂവണിയുകയാണ്. കാതോർത്തിരുന്ന ആ ശബ്ദം ഇതാ വന്നെത്തിക്കഴിഞ്ഞു. സിഡ്നി മലയാളി റേഡിയോ 2000 ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഈ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുവാൻ എത്തിച്ചേർന്ന സഹൃദയരും കലാസ്നേഹികളുമായ ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈശ്വര പ്രാർത്ഥനയോടെ നമ്മൾ ഇന്നത്തെ പരിപാടികൾ ആരംഭിക്കുകയാണ്. ഈശ്വര പ്രാർത്ഥനയ്ക്കായി ജസ്നെ അലീനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. I kindly request all to be standing during the prayer. Thank you, Jason and Alina. അടുത്തതായി ഈ റേഡിയോ പ്രക്ഷേപണ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്ന ചടങ്ങാണ്. വിശിഷ്ടാതിഥികളെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. I cordially invite Mrs. Aruna Chandrala, the Director of Greater India Radio Sydney and the founder and the President of Global Women's Network, to the dais. Mrs. Aruna Chandrala, please. പ്രമുഖ ഗാന്ധിയനും അധ്യാപകനും കേരള നവദർശൻ വേദിയുടെ ജനറൽ സെക്രട്ടറിയുമായ ശ്രീ ടി.എം. വർഗീസ് പഴന്തോട്ടത്തിനെ ആദരവോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സിഡ്നി മലയാളി റേഡിയോ 2000 സമർപ്പണ ചടങ്ങുകൾ ഇതാ സമാരംഭിക്കുകയായി.
ഇതാ ഈ സായം സന്ധ്യയെ സാക്ഷിയാക്കി ഭാവി തലമുറയുടെ പ്രതിനിധികളായ ഈ കുരുന്നുകൾ നമുക്കായി തിരിതെളിക്കുമ്പോൾ കരഘോഷത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. Sydney Malayali Radio 2000. മലയാളത്തിന്റെ സ്വന്തം സിഡ്നി മലയാളി റേഡിയോ 2000. It's a part of Greater India. It's a part of ഇവിടെ തെളിയിക്കപ്പെട്ട ഈ തിരുനാളങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ വേദികളെ എന്നും ദീപ്തമാക്കട്ടെ. ഈ സന്ധ്യ ഇവിടെ വിടവാങ്ങുമ്പോൾ ഈ മണിദീപങ്ങൾ കെടാതെ കാത്തിടാം എന്നതാകട്ടെ നമ്മുടെ പ്രതിജ്ഞ. Thank you, Mrs. Aruna Chandrala, and thank you, Team Verghese sir. Thank you. ഉദ്ഘാടന ചടങ്ങുകൾ ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. അടുത്തതായി സ്വാഗത പ്രസംഗമാണ്. കോഴിക്കോട് സർവകലാശാലയുടെ തിയേറ്റർ വിഭാഗമായ സ്കൂൾ ഓഫ് ഡ്രാമയുടെ വിദ്യാർത്ഥിയും തുടർന്ന് അധ്യാപകനുമായ ശ്രീ ബാബു സെബാസ്റ്റ്യൻ, നരേന്ദ്രപ്രസാദ്, മുരളി മുതലായ അന്തരിച്ച പ്രമുഖ താരങ്ങളോടൊപ്പം അമച്വർ നാടകവേദിയിൽ സജീവമായി നിലകൊണ്ടിരുന്ന വ്യക്തിയാണ് ശ്രീ ബാബു സെബാസ്റ്റ്യൻ. രഞ്ജിത്ത്, ശ്യാമപ്രസാദ് എന്നീ പ്രശസ്തരായ സംവിധായകരുടെ സതീർത്ഥ്യമാണ്. ഈ റേഡിയോയുടെ ചെയർമാനും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറുമായ ശ്രീ ബാബു സെബാസ്റ്റ്യനെ സ്വാഗത പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു.
dear Inoki and team, and Aruna Chandra and Amita and team. നമ്മുടെ സാംസ്കാരിക കൂട്ടായ്മയുടെ തുടക്കത്തിനും സിഡ്നി മലയാളി റേഡിയോയുടെ തുടക്കത്തിനും ഇവിടെ സാക്ഷികളാകുന്നതിനും ഈ കൂട്ടായ്മയെ അല്ലെങ്കിൽ ഈ തിരുനാളത്തെ അനുഗ്രഹിക്കുന്നതിനും വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയ സുഹൃത്തുക്കളെ, ഉയർന്ന കലാബോധവും സംസ്കാര സമ്പന്നതയുമുള്ള ഒരു സദസ്സിനെ മുൻനിർത്തിയാണ് ഇന്ന് ഈ കുട്ടികൾ ഇവിടെ ഈ തിരുനാളങ്ങൾ തെളിച്ചത്. തീർച്ചയായിട്ടും നമുക്കൊന്ന് അഭിമാനിക്കാം, ഇത് ഒരു ജനതയുടെ സംസ്കാരത്തിൻ്റെ ഭാഷയുടെ തളിരിടലാണ്. തീർച്ചയായും നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്നൊരു കാര്യമാണ്. പിന്നെ ഇനി നമുക്ക് ഇതെന്തിനാണ് ഈ റേഡിയോ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഭാഷയും സംസ്കാരവും ഒക്കെ നമുക്ക് വളർത്തണമെങ്കിൽ, ഇല്ലെങ്കിൽ നമുക്കതിലൂടെ വളരണമെങ്കിൽ തീർച്ചയായിട്ടും ആധുനിക മാധ്യമങ്ങളായ റേഡിയോ, TV തുടങ്ങിയവയെ അതിൻ്റെ സാധ്യതകളെ, അതിൻ്റെ അനന്ത സാധ്യതകളെ നമ്മൾ ഉപയോഗിക്കണം. അങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഭാഷയും സംസ്കാരവും വളർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നത്. ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ സിഡ്നി മലയാളി റേഡിയോയുടെ 95% നമ്മുടെ ഓസ്ട്രേലിയയിലുള്ള NSW പ്രത്യേകിച്ച് സിഡ്നിയിലുള്ളവർ അവരുടെ കഴിവും അവരായിരിക്കും പാടുന്നത്, അവരായിരിക്കും പറയുന്നത്, അവരായിരിക്കും പ്രസംഗിക്കുന്നത്, അവരായിരിക്കും സ്കിറ്റ് ചെയ്യുന്നത്, എല്ലാം 95% ഓസ്ട്രേലിയയിലെ അല്ലെങ്കിൽ സിഡ്നിയിലെ മലയാളികൾ പങ്കെടുക്കുന്ന പ്രോഗ്രാമുകളായിരിക്കും നമ്മുടെ ഈ റേഡിയോയിലൂടെ വരുന്നതെന്ന് എനിക്ക് ഉറപ്പ് തരാൻ പറ്റും. പിന്നെ ഇത്രയും ഞാൻ ധൈര്യത്തോടെ പറയാൻ കാരണം, നമ്മൾ ഇതിൻ്റെ കാര്യത്തിനൊക്കെ അന്വേഷിക്കുമ്പോഴാണ് ഈ പ്രതിഭകളുടെ ഒരു സമ്പത്ത് നമ്മുടെ ഇവിടെയുണ്ട്. അത് കണ്ടെത്തണമെന്നേ ഉള്ളൂ. വലിയ സമ്പത്താണ്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മുടെ കുറച്ച് കഴിയുമ്പോൾ പ്രോഗ്രാംസ് ഉണ്ട്, അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവരെ നമ്മൾ കണ്ടെത്തേണ്ട കാര്യമുള്ളൂ. കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് തരാൻ പോകുന്ന സംഭാവന വലുതായിരിക്കും. ഇനി ഞാനൊന്ന് അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റേഡിയോയുടെ തുടക്കം എന്താണ്, എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾ അറിയേണ്ടതുണ്ട്. കാരണം ഇതൊരു വ്യക്തിയുടെ ഒന്നുമല്ല, ഇതൊരു കമ്മ്യൂണിറ്റി റേഡിയോ ആണ്. അതുകൊണ്ട് നിങ്ങൾ അറിയാതെ പോകാൻ പാടില്ല. ശരിക്കും ഇത് നമ്മുടെ സിഡ്നി മലയാളി അസോസിയേഷന് അല്ലെങ്കിൽ അവരുടെ ശ്രമഫലമായി ലഭിച്ച ഒരു സംവിധാനമാണ് നമ്മുടെ റേഡിയോ. തീർച്ചയായിട്ടും മലയാളി അസോസിയേഷൻ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരിക്കാം, ഇല്ലേ? ഉണ്ട്. അതിൽ ഏറ്റവും, അതായത് വരും കാലങ്ങൾക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലിയൊരു കാര്യമായിരിക്കും ഈ റേഡിയോ അവർ സംഘടിപ്പിച്ചെടുത്തത്, അല്ലെങ്കിൽ അവരത് മലയാളിക്ക് വേണ്ടി സമ്മാനിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ശ്രീ KP ജോസ്, ശ്രീ പത്മനാഭനും ഒക്കെ ഇതിനോട് സഹകരിക്കണമെന്ന് പറഞ്ഞപ്പം എനിക്കൊരു കാര്യമേ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ. അതായത് മലയാളിക്കും മലയാളത്തിനും വേണ്ടി സഹകരിക്കാൻ പ്രവർത്തിക്കാനുള്ള സാഹചര്യം, സ്വാതന്ത്ര്യം, ഇത് രണ്ടും അവർ എനിക്ക് തരുന്നുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ ടീമിന് തരുന്നുണ്ട്. ഞാൻ അവരോട് നന്ദി പറയുന്നു. ഇനി ആ സഹകരണവും സ്വാതന്ത്ര്യവും തരണം എന്ന് അഭ്യർത്ഥിക്കുകയും കൂടി ചെയ്യുകയാണ്. പിന്നെ പറയാനുള്ളത്, നമ്മുടെ റേഡിയോക്ക് ഒരു ഘടനയുണ്ട്. നമ്മുടെ റേഡിയോ മൾട്ടി കൾച്ചറൽ റേഡിയോ അസോസിയേഷൻ്റെ കീഴിൽ വരുന്നതാണ്. മൾട്ടി കൾച്ചർ റേഡിയോ അസോസിയേഷൻ, ഗ്രേറ്റർ ഇന്ത്യ റേഡിയോ, അതിൻ്റെ താഴെ നമ്മൾ സിഡ്നി മലയാളി റേഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രേറ്റർ ഇന്ത്യ റേഡിയോയുടെ ഒരു ഭാഗമാണ് സിഡ്നി മലയാളി റേഡിയോ. നമ്മുടെ ഇതിൻ്റെ ആസ്ഥാനം ബറൂട്ടിലാണ്. ബറൂട്ടിൽ നിന്ന് ഏതാണ്ട് 50ഓളം ഭാഷകളിൽ ഇതിൻ്റെ വിവിധ പ്രോഗ്രാമുകൾ എയറിൽ പോകുന്നുണ്ട്. അങ്ങനെ അങ്ങനെ വലിയൊരു കൂട്ടായ്മയുടെ ഭാഗമാണ് ഈ റേഡിയോ. ഇതാണ് എനിക്ക് റേഡിയോയെ കുറിച്ച് പ്രത്യേകിച്ച് പറയാനുള്ളത്. എങ്കിലും ഞാൻ പ്രോഗ്രാമിനെ കുറിച്ച് 2 മിനിറ്റ് നിങ്ങളോടൊന്ന് പറയുകയാണ്.
നമ്മുടെ പ്രോഗ്രാം അതായത് ഈ 23-ാം തീയതി മുതൽ 7 മണി മുതൽ 8 മണി വരെ നമ്മളെ പ്രോഗ്രാം മീൻസ് എയർ വിടാനാണ് പ്ലാൻ ചെയ്യുന്നത്. അത് നടക്കും. അതിൽ നമ്മൾ അതിൻ്റെ ഒരു മിനിറ്റ് കൂടി നമ്മളോട് പെട്ടെന്നൊന്ന് പറയാം. ആദ്യത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ 2 മിനിറ്റ് നേർവഴി. അത് നേർവഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കുഞ്ഞിനും വലിയവർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ ഏറ്റവും ലളിതമായി പറയുന്ന ഒരു നല്ല ചിന്ത. 2 മിനിറ്റ് അത് ചെയ്യുന്നത് ഇദ്ദേഹമാണ്, നമ്മുടെ TM വർഗീസ് സാറാണ്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അദ്ദേഹത്തെ ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം എല്ലാ ദർശനങ്ങളെയും എല്ലാ ധാരകളിലും മഹത്വവും അതിലൊക്കെ ഉൾക്കാഴ്ചയുമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. തീർച്ചയായിട്ടും നേർവഴി എന്ന കാര്യത്തോട് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് കിട്ടി. അത് ഞാൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചു. ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു 10 പ്രാവശ്യമുള്ളത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം വളരെ മനോഹരമായിരുന്നു. ഞാൻ അദ്ദേഹത്തെ കിട്ടിയിൽ നമുക്ക് അഭിമാനിക്കാം. രണ്ടാമത്തെ കാര്യം ശ്രുതിമധുരം എന്ന ചലച്ചിത്ര അടിസ്ഥാനത്തിലുള്ള പ്രോഗ്രാമാണ്. ശ്രുതിമധുരത്തിൽ ഇപ്പം ചെയ്യുന്നത് നമ്മുടെ മഞ്ജുള ഉമ്മർ എന്നുള്ള ഒരു ലേഡി, പിന്നെ ശ്രീ ജെയിംസ്. മഞ്ജുള ഉമ്മറിനെ കുറിച്ച് ഞാൻ ഒരു വാക്ക് പറയേണ്ടിയിരിക്കുന്നു. നമ്മുടെ കോഴിക്കോട് നിലയത്തിൽ 18 വർഷക്കാലം സേവനം ചെയ്തിട്ടുള്ള, ഇതേ ഫീൽഡിൽ സേവനം ചെയ്തിട്ടുള്ള ഒരു ആളാണ്. അവർ തീർച്ചയായിട്ടും നമ്മുടെ സിഡ്നി മലയാളി റേഡിയോയ്ക്ക് ഒരു സമ്പത്താണ്. അത് നമ്മൾ വെറുതെ അങ്ങ് ചലച്ചിത്രം പറയുന്നില്ല, അതിലേക്കൊരു നിങ്ങൾ കേൾക്കൂ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഒരു കാര്യം പറയാനുള്ളത്, ഈ ശ്രുതിമധുരത്തിൽ തുടക്കം ജെയിംസ് മഞ്ജുള ഉമ്മറൊക്കെ ആണെങ്കിലും നമുക്കതിലേക്ക് എത്ര പേരെ വേണേലും അവർക്ക് പങ്കെടുക്കാം. നിങ്ങളൊന്ന് റെഡിയായി വന്നാൽ മതി. അത് ജെയിംസ് മഞ്ജുള ഉമ്മർ നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാവുന്ന കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് രാഗോത്സവം, അതായത് നമ്മുടെ കുട്ടികളെ കഴിവുള്ള ഗായകരെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഗ്രാമാണ്. നിങ്ങൾ കേൾക്കുക. അത് ഏറ്റവും നല്ലൊരു പ്രോഗ്രാമായിരിക്കും എന്ന് വിശ്വസിക്കുകയാണ്. പിന്നെ അമ്മാവനും കുട്ടികളും എന്നുള്ളൊരു കുട്ടികൾക്ക് വേണ്ടി ചെയ്തൊരു പ്രോഗ്രാമാണ്. നമ്മുടെ നാടൻ കഥകൾ, നമ്മുടെ പഞ്ചതന്ത്രം കഥകൾ, ഇതൊക്കെ ഒരു ഡ്രാമാറ്റിക് രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നതാണ്. അത് ഞാൻ ഉദ്ദേശിക്കുന്ന ഓരോ സ്ഥലത്തു നിന്നും ഓരോ പ്രദേശത്തു നിന്നും അമ്മാവനെയും കുട്ടികളെ കണ്ടെത്തുകയാണ്. ഞാൻ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക പ്രോഗ്രാം വയ്ക്കാൻ കാരണം, ഞാൻ ഈ പല ഓണത്തിന് ക്രിസ്മസിൻ്റെ പ്രോഗ്രാമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാം നല്ല പ്രോഗ്രാമാണ്. പക്ഷേ മലയാളം പറയുന്നതും കൂടെ വലിയവരെടുക്കും. പിള്ളേർക്ക് ഡാൻസ്, അവർ ജന്മത്ത് പറയുന്നില്ല. അവർക്ക് ഡാൻസ്, ഒറ്റയ്ക്ക് ഡാൻസ്, പെട്ടയ്ക്ക് ഡാൻസ്, അങ്ങനെ ഡാൻസ്. അതിന് പകരം നമ്മൾ ഉദ്ദേശിക്കണം, തീർച്ചയായിട്ടും ഇതിൻ്റെ ഉദ്ദേശം തന്നെ ഭാഷാ സംസ്കാരവും ഊന്നൽ. അതുകൊണ്ട് കുട്ടികൾക്ക് പ്രത്യേക പ്രോഗ്രാം വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു പ്രോഗ്രാം സുപ്രൻ ഒരു രസികൻ, അതൊരു സ്കിറ്റ് മോഡലിലുള്ളതാണ്. അത് നിങ്ങൾക്ക് ഇത് 3-ൻ്റെയും പരസ്യം ഇതിൻ്റെ ഒരു സമയത്ത് നമ്മൾ വിടും. അപ്പം നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും. പിന്നെ തിളക്കം എന്ന് പറയുന്നൊരു പ്രോഗ്രാമാണ് നമ്മുടെ മനസ്സിലുള്ളത്. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ അവരെ പരിചയപ്പെടുത്തുകയാണ്. അവരെന്തിലും ആയിക്കോട്ടെ, പാട്ടാവാം, വരയാവാം, സ്പോർട്സ് ആവാം, എന്തിലും. നമ്മുടെ ഇവിടെ ഒരു മിടുക്കരായ ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ ഉണ്ടെങ്കിൽ അവർ ജനത്തിന് മുന്നിൽ എത്തിയിരിക്കണം. അവർക്ക് എന്ത് സിഡ്നി മലയാളി റേഡിയോയ്ക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും. അതിനാണ് തിളക്കമെന്ന കൊച്ചുകുട്ടികളെ പരിചയപ്പെടുത്തുന്നത്. അവരുടെ കഴിവുകളെ പൊതുജനത്തിന് മുന്നിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു പ്രോഗ്രാമാണ് തിളക്കം. ഇത്രയൊക്കെയാണ് നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നെയുള്ള ചർച്ചകൾ, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അത് നമ്മളെല്ലാം ഇപ്പോൾ പറയുന്നില്ല. ഇതൊക്കെയാണ് ഏതാണ്ട് ഈ റേഡിയോയെക്കുറിച്ചൊരു ഒരു ധാരണയായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ എന്നോടോ ഇല്ലെങ്കിൽ മറ്റാരോട് ചോദിച്ചു കഴിഞ്ഞാലും പറഞ്ഞു തരാം. ഇനി എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, നിങ്ങളെല്ലാവരും പങ്കെടുക്കുക. ഇത് 5-6 പേരുടെ റേഡിയോ അല്ല, പബ്ലിക്കിൻ്റെ റേഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് മലയാളം സംസാരിക്കാൻ അറിയുകയും താല്പര്യം ഉണ്ടായാൽ മാത്രം മതി. അവസരമുണ്ട്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനി ഞാൻ എൻ്റെ കാര്യത്തിലേക്ക് കിടക്കട്ടെ. ഇവിടെ നമ്മുടെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും ഞാൻ ഒറ്റ വാക്കിൽ എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും ആദരവോടും കൂടി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും Babu Eden, for your guidance, thoughtfulness, your sincerity and hard work. Words are not enough to appreciate you for that. Thank you again. അടുത്തതായി ആശംസാ പ്രസംഗങ്ങളാണ്. ആദ്യമായി സിഡ്നി മലയാളി അസോസിയേഷൻ്റെ പ്രസിഡന്റും
എത്നിക് കമ്മീഷന്റെ വൈസ് ചെയറുമായ, സർവോപരി നമുക്കേവർക്കും ചിരപരിചിതനുമായ, ഞങ്ങൾ സ്നേഹപൂർവ്വം പപ്പേട്ടൻ എന്ന് വിളിക്കുന്ന ശ്രീ പത്മനാഭൻ കരാമലിനെ ആശംസാ പ്രസംഗത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. Good evening all. Distinguished guests and friends, I pay my respect to the local indigenous people and the traditional custodians of this land where we are holding this function today. Firstly, I thank Babu Sebastian, Chair of the Board of Governors of Sydney Malayali Radio, and his team who have organized this magnificent function. It's a great privilege for me to be able to felicitate Sydney Malayali Radio, as it has a special attachment to me as a social and community worker, and also being involved with it right from its inception. While congratulating the Sydney Malayali Radio on behalf of Sydney Malayali Association, it will be remiss if I did not acknowledge the help from my esteemed friends and colleagues in Sidmal, and also the Greater India Radio founders, that is Mrs. Aruna Chandrala, the immediate past president of the United Indian Associations and founder of Global Women's Network, and Mr. Amarinder Bajwa, the incumbent president of the United Indian Associations, who have shared with us this 1 hour slot from the Greater India Radio. Thank you, Arunaji. Thank you, Amarinder. When Arunaji offered a slot in the digital radio, we were skeptical because of the restrictions that the situation on it, there is a multicultural community radio association placed, and their hesitation to work with the community association exposed to regular change of leadership, the huge financial commitment, and the constant and strong commitment for producing and airing quality programs that meet our own ideals of explore, expand, educate, and entertain. I strongly believe that Sidmal can be proud of being instrumental to making this happen, and I particularly feel proud of my colleagues in Sidmal for moving forward and wholeheartedly supporting the Sydney Malayali Radio. I am certain that Sidmal would continue to assist Sydney Malayali Radio in years to come. I am grateful to the Board of Governors of Sydney Malayali Radio for their willingness in establishing and promoting this organization, contributing to it significantly, not only financially, but also in terms of huge time and efforts, everything voluntary and voluntarily. I would like to share with you and would invite you to join me in particularly felicitating the core volunteers led by Babu Sebastian and KP Dawes, who have spent hundreds of hours of their time for producing quality programs, few already completed, including the title song. And Deyakumar Sadananda, who is not here this evening, but who had been attending to the studio from September last year, every Monday evening to air the trial programs in making sure that there were no gaps or slippage, that we were always on air. But it's my hats off to you for your commitment and enthusiasm. I believe that our strength lies in mutual respect and understanding, with humanism at its core. Whatever roles we may elect to choose, it is hoped that we can focus on the humanism, and I would like to see this simple concept spoken and acted in all situations to succeed, and the Sydney Malayali Radio is able to make valuable contributions to it. I implore the Sydney Malayali Radio as a media organization with ability to influence the community more than most others, that they will endeavor to contribute to our ideals of keeping an eye on the results as well as consequences of what we create. We should be aware but also hold dear those matters of ethical conduct, respect to privacy, responsibility towards society, honesty, and sharing of information without prejudice and fear. All these should be managed without getting into the complexities and sensitivities of
sensitivities of political, religious and other communal issues. I wish the very best to the Board of Governors of the Sydney Malayali Radio and also pray that they are able to sustain their energy, enthusiasm and commitment to grow the radio for the benefit of our community. I sincerely wish that Sydney Malayali Radio will succeed in its motto of service to community, to producing and airing its programs built from our vision, that is, explore the talents within our community, facilitate them to expand and educate through entertainment and information. Once again, best wishes to all. Thank you.